ഇതാ കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫിയിൽ വിയപുരം ചുണ്ടനിൽ 0.05 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ പോയവരാണ്. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പള്ളാത്തുരുത്തി മണ്ഡപം കയറുന്നു. പള്ളാത്തുരുത്തിയുടെ ചെറുതന വരുൺ ശർമ്മ, മനോജ് പത്തുതെങ്ങലിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ ആ തോർത്ത് കലക്കി ഒന്നാം ട്രാക്കിൽ അല്ല മൂന്നാം ട്രാക്കില് പള്ളാത്തുരുത്തി മണ്ഡപത്തിന്റെ ചെറുതന പുത്രൻ ചുണ്ടൻ വരുൺ ശർമ്മ, കനീഷ് കാർത്തികേയൻ, അങ്ങനെ എണ്ണം പറഞ്ഞ ആരാധകരുള്ള വള്ളമിത പള്ളാത്തുരുത്തിയുടെ ചെറുതന പുത്രൻ ചുണ്ടൻ. പ്രിയമുള്ളവരെ, ഇത്തവണത്തെ രാജപ്രമുഖൻ ട്രോഫിയിൽ പള്ളാത്തുരുത്തി മണ്ഡപ് അവർ തുഴഞ്ഞ ചെറുതന ചുണ്ടൻ ഒന്നാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത് രണ്ടാമതായി ചമ്പക്കുളം ചുണ്ടനും മൂന്നാമതായി ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും. ഇല്ല, 2018 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളിൽ അത് പള്ളാത്തുരുത്തിയുടേത് മാത്രമാണ്. പുന്നമടയിലായാലും CBL-ലായാലും ഇവിടെ രാജപ്രമുഖൻ ട്രോഫിയിലായാലും ആ ചരിത്രത്തിന് അവകാശികൾ മറ്റാരുമില്ല. ഇത്തവണത്തെയും ആദ്യ കൃത്യമായ രീതിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. പള്ളാത്തുരുത്തി മണ്ഡലം തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ, അഴകിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചെറുതന. അഴകിന്റെ രാജകുമാരൻ വെള്ളിക്കുമ്പുമായി കഴിഞ്ഞ തവണ പുതുക്കിപ്പണിത് ഇത്തവണ കുറച്ച് അറ്റകുറ്റപ്പണികളുമായി എത്തി. ആ വള്ളം അതാ പള്ളാത്തുരുത്തി മണ്ഡലത്തിന്റെ ചെറുതന പുത്തൻ ചുണ്ടൻ. അവർക്ക് വെല്ലുവിളികൾ തീർക്കാൻ ഇത്തവണയും ആരുമില്ല, ആർക്കും കഴിയുന്നില്ല. കഴിഞ്ഞ തവണ രാജപ്രമുഖൻ ട്രോഫി നേടിയ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി, ചമ്പക്കുളം വള്ളത്തെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി. നോക്കൂ, ഇത് ചമ്പക്കുളത്തിന്റെ തട്ടകമാണ്. ചമ്പക്കുളത്തിന്റെ അവർ ആതിഥേയരാണ്. ആ വള്ളത്തിന് ഈ വള്ളക്കരയുടെ ഇരുകരകളിലും ആരാധകർ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അവിടെയെല്ലാം അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കൈനകരിയിൽ നിന്ന് പള്ളാത്തുരുത്തിയിൽ നിന്നെത്തിയ ചെറുതന പുത്തൻ ചുണ്ടൻ, പള്ളാത്തുരുത്തി മണ്ഡപത്തിന്റെ ചെറുതന പുത്തൻ ചുണ്ടൻ അവർ ഇത്തവണ രാജപ്രമുഖൻ ട്രോഫി നേടിയിരിക്കുകയാണ്. ഈ ജലോത്സവങ്ങളുടെ തുടക്കത്തിൽ ഇത്തവണയും അവർ ജയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ വള്ളംകളി പുന്നമടയിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ തയ്യാറെടുപ്പിൽ ഇത്തവണ മേൽപ്പാടം ചുണ്ടനിൽ അവർ പുന്നമടയിലേക്ക് എത്തുമ്പോൾ അവർ അവരുടെ വിജയഭേരി കുറിച്ചിരിക്കുകയാണ്. അത് ഇവിടെ ഇങ്ങ് പമ്പയാറ്റിൽ ചമ്പക്കുളത്ത് വള്ളംകളി പ്രേമികളുടെ തുടക്കത്തിന്, ആഘോഷത്തിന്റെ തുടക്കത്തിന് അതിനൊരു ആനന്ദകരമായ തുടക്കം നൽകിക്കൊണ്ട്, ആവേശം നൽകിക്കൊണ്ട് പള്ളാത്തുരുത്തി മണ്ഡപക്കാർ തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ. നോക്കൂ, മൂന്നാം ട്രാക്കിലൂടെ തുഴഞ്ഞു വന്ന വെല്ലുവിളികൾ നിറഞ്ഞ ട്രാക്കിൽ മൂന്നാം ട്രാക്കിൽ തുഴഞ്ഞു വന്ന ചെറുതന പുത്തൻ ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. വള്ളംകളി ലോകത്തെ ജലോത്സവ പ്രേമികൾക്ക് ആവേശവും ആഘോഷവും നൽകിക്കൊണ്ട് അതാ ഇത്തവണത്തെ വള്ളംകളിയുടെ തുടക്കത്തിൽ കന്നിക്കിരീടം നേടിക്കൊണ്ട് രാജപ്രമുഖൻ ട്രോഫി നേടിക്കൊണ്ട് പള്ളാത്തുരുത്തിയുടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ചെറുതന പുത്തൻ ചുണ്ടൻ. കഴിഞ്ഞ കാലത്ത് പ്രഭാവം നഷ്ടപ്പെട്ടു പോയ വള്ളത്തിനൊരു തിരിച്ചുവരവുണ്ടാക്കി കൊടുക്കാൻ, പുന്നമടയിൽ വീണ്ടും ഒരു തുടക്കത്തിന്, ഒരു മത്സരത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കാൻ അവർക്ക് കരുത്ത് പകർന്നിരിക്കുന്നു. ഇത്തവണയും പള്ളാത്തുരുത്തി മണ്ഡപത്തിന്റെ മൂന്നാം ട്രാക്കിൽ തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ ഇതാ ഇത്തവണത്തെ രാജപ്രമുഖൻ ട്രോഫി നേടിയിരിക്കുകയാണ്. അങ്ങനെ ഇത്തവണത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അത്യന്തം ആവേശകരമായ മത്സരത്തിന് നോക്കൂ, പമ്പയാറ്റിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ആവേശം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെ എത്രയെത്ര വള്ളങ്ങൾ അതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഇതിന് ചമ്പക്കുളം മുതൽ